ഹലോ എവ്രിവൺ. കോൾഡ് വാക്സിനിന്റെ പരിശീലനത്തിന്റെ ഈ സെക്ഷനിലേക്ക് സ്വാഗതം. കോൾഡ് വാക്സിൻ എന്നത് സമീപവർഷങ്ങളിൽ ഏറെ പ്രചാരവും ജനപ്രീതിയും നേടിയ ഒരു മുടി നീക്കം ചെയ്യൽ മാർഗമാണ്. ഹോട്ട് വാക്സിനിൽ നിന്ന് വ്യത്യസ്തമായി കോൾഡ് വാക്സിനിൽ മുൻകൂട്ടി തയ്യാറാക്കിയ സ്ട്രിപ്പുകൾ അല്ലെങ്കിൽ ചൂടാക്കേണ്ടതില്ലാത്തതും മെഴുക് ചർമ്മത്തിൽ നേരിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഫഷണലിന്റെ സഹായമില്ലാതെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും അനാവശ്യ രോമങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള വേഗമേറിയതും എളുപ്പമുള്ളതും ചെലവ് കുറഞ്ഞതുമായ ഒരു മാർഗമാണ്. സെൻസിറ്റീവായ ചർമ്മത്തിന് അനുയോജ്യമായ കോൾഡ് വാക്സിൻ സമീപവശങ്ങളിൽ ഉപയോഗിക്കാൻ വളരെ എളുപ്പമായ പ്രീമെയ്ഡ് കോൾഡ് വാക്സ് സ്ട്രിപ്പുകൾ വളരെ പ്രചാരം നേടിയിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റുകൾക്ക് കാത്തു നിൽക്കാതെ സലൂണിൽ പോകാതെയും യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാതെ 2 ഘട്ടങ്ങളുള്ള ഒരു നടപടിക്രമമാണിത്. 3 വ്യത്യസ്ത തരം കോൾഡ് വാക്സ് ലഭ്യമാണ്. ടിന്നിൽ ലഭിക്കുന്നതും പ്രീമെയ്ഡ് സ്ട്രിപ്പുകളും ഫിംഗർ വാക്സും. എങ്ങനെയാണ് കോൾഡ് വാക്സിൻ ചെയ്യുന്നത് എന്ന് ഈ സെക്ഷനിൽ നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാനാകും. കോൾഡ് വാക്സിങ്ങിന് ആവശ്യമായ വസ്തുക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. കോൾഡ് വാക്സിൻ ചെയ്യുക. ഒപ്പം കോൾഡ് വാക്സിങ്ങിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ക്ലയന്റുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുക. കോൾഡ് വാക്സിങ്ങിന് ആവശ്യമായ വസ്തുക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇതിനായി നിങ്ങൾക്ക് ഇനി പറയുന്ന ഉപകരണങ്ങളും മെഷീനുകളും ആവശ്യമാണ്. ക്ലയന്റിനുള്ള ചെയർ അല്ലെങ്കിൽ ബെഡ്, ട്രോളി, തടിയോ സ്റ്റീലോ കൊണ്ടുള്ള സ്പാറ്റുല, പ്ലാസ്റ്റിക് പാത്രം, ട്വീസറുകൾ, കത്രിക, ആൽക്കഹോൾ സാനിറ്റൈസിംഗ് പാഡുകൾ. അണുബാധ തടയുന്നതിനായി ഈ ഉപകരണങ്ങളും മെഷീനുകളും നന്നായി സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങൾക്ക് ഇനി പറയുന്ന മെറ്റീരിയലുകളും ആവശ്യമാണ്. പഞ്ഞി, ടവൽ, കോൾഡ് വാക്സ്, വാക്സ് സ്ട്രിപ്പുകൾ, ഫിംഗർ വാക്സ്, ടാൽക്കം പൗഡർ, സ്കിൻ ലോഷൻ, ലിക്വിഡ് ഹാൻഡ് വാഷ്, ആസ്ട്രിജന്റ് ലോഷൻ, ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ, പ്ലാസ്റ്റിക് ഷീറ്റ്, മസാജ് ക്രീം, ഐസ് ക്യൂബുകൾ, ഡിസ്പോസിബിൾ കയ്യുറകൾ. നടപടിക്രമത്തിനാവശ്യമായ എല്ലാ ഉപകരണങ്ങളും വസ്തുക്കളും കൊണ്ട് ട്രോളി തയ്യാറാക്കുക. കോൾഡ് വാക്സിൻ 6 ഘട്ടങ്ങളുള്ള ഒരു ലളിതമായ നടപടിക്രമമാണ്. അവ താഴെ പറയുന്നു. ഘട്ടം 1. വാക്സിങ്ങിനായുള്ള ഭാഗം ഒരുക്കുക. ഘട്ടം 2. വാക്സ് പുരട്ടുക. ഘട്ടം 3. വാക്സ് സ്ട്രിപ്പ് പ്രയോഗിക്കുക. ഘട്ടം 4. സ്ട്രിപ്പ് നീക്കം ചെയ്യുക. ഘട്ടം 5. മോയ്സ്ചറൈസർ ഉപയോഗിച്ച് ഈർപ്പം കൊടുത്ത് ചർമ്മത്തിന് ആശ്വാസം നൽകുക. ഘട്ടം 6. മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. ഇനി നമുക്ക് ഓരോ ഘട്ടങ്ങളും വിശദമായി നോക്കാം. ഘട്ടം 1. വാക്സിങ്ങിനായുള്ള ഭാഗം ഒരുക്കുക. ഇതിനായി നമ്മൾ കൈത്തണ്ട ഉപയോഗിക്കുന്നു. ഒരു പ്രീ വാക്സ് ക്ലെൻസർ ഉപയോഗിച്ച് നിങ്ങൾ വാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭാഗം വൃത്തിയാക്കിക്കൊണ്ട് ആരംഭിക്കുക. ഇത് നിങ്ങളുടെ ചർമ്മത്തിലുള്ള എണ്ണമെഴുക്കുകളും അഴുക്കുകളും നീക്കം ചെയ്യുകയും വാക്സ് നന്നായി പറ്റി നിൽക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ഈർപ്പമുണ്ടെങ്കിൽ അത് ആഗിരണം ചെയ്യാനും വാക്സ് സ്ട്രിപ്പുകൾ ചർമ്മത്തിൽ പറ്റി നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും നിങ്ങൾക്ക് കുറച്ച് ടാൽക്കം പൗഡർ ഉപയോഗിക്കാം. ഘട്ടം 2. വാക്സ് പുരട്ടുക. കൈത്തണ്ടയിലാണ് നിങ്ങൾ വാക്സ് ചെയ്യുന്നതെങ്കിൽ ആദ്യം കൈമുട്ടിന്റെ ഭാഗത്ത് സ്പാറ്റുല ഉപയോഗിച്ച് വാക്സ് പുരട്ടുക. മുടി വളരുന്നതിന്റെ ദിശയിൽ വേണം വാക്സ് പ്രയോഗിക്കാൻ. ഘട്ടം 3. വാക്സ് സ്ട്രിപ്പ് പ്രയോഗിക്കുക. വാക്സ് പ്രയോഗിച്ച ഭാഗത്ത് വാക്സിംഗ് സ്ട്രിപ്പ് വയ്ക്കുക. മുടി വളരുന്ന ദിശയിൽ സ്ട്രിപ്പ് ഉരച്ച് അമർത്തുക.
ഘട്ടം 4. സ്ട്രിപ്പ് നീക്കം ചെയ്യുക. വാക്സ് സ്ട്രിപ്പ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ സ്ട്രിപ്പിന്റെ താഴത്തെ അറ്റത്ത് പിടിച്ച് രോമം വളരുന്ന ദിശയ്ക്കെതിരെ ഒറ്റയടിക്ക് വലിക്കുക. അസ്വസ്ഥത കുറയ്ക്കുന്നതിന് മറുകൈകൊണ്ട് നിങ്ങളുടെ ചർമ്മം മുറുകെ പിടിക്കാൻ ഓർമ്മിക്കുക. 2 കൈത്തണ്ടകളിൽ നിന്നും മുഴുവൻ രോമങ്ങളും നീക്കം ചെയ്യാൻ മുമ്പത്തെ ഘട്ടങ്ങൾ ആവർത്തിക്കുക. ഫിംഗർ വാക്സ് ചെയ്യുന്നതിന് രോമം വളരുന്ന ദിശയിൽ വിരലുകൾ കൊണ്ട് വാക്സ് പുരട്ടുക. വാക്സ് മുടിയിൽ നന്നായി പിടിക്കുന്നതിനായി മെല്ലെ അമർത്തുക. വിരൽ വേഗത്തിൽ നീക്കം ചെയ്യുമ്പോൾ വാക്സ് ചർമ്മത്തിൽ നിന്ന് രോമം നീക്കം ചെയ്യുന്നു. ഇത് വേഗത്തിൽ ചെയ്യാവുന്നതും അല്പാൽപമായി രോമം നീക്കുന്ന വീട്ടിൽ വെച്ച് ചെയ്യാവുന്നതുമായ ഒരു പ്രക്രിയയാണ്. പ്രീമെയ്ഡ് വാക്സ് സ്ട്രിപ്പ് ഉപയോഗിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കൈകൾക്കിടയിൽ വെച്ച് കൂട്ടി തിരുമ്മിയിട്ട് വേണം അതിന്റെ പിന്നിലെ പേപ്പർ നീക്കേണ്ടത്. ചർമ്മത്തിൽ പ്രയോഗിക്കുന്നതിന് മുൻപ് അതിലെ വാക്സ് അല്പം ചൂടാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വാക്സ് സ്ട്രിപ്പ് ചർമ്മത്തിൽ പുരട്ടി 2-3 തവണ തടവുക. രോമം വളരുന്ന ദിശയിൽ സ്ട്രിപ്പ് രോമത്തിൽ ദൃഢമായി അമർത്തുക. തുടർന്ന് രോമം വളരുന്നതിന്റെ എതിർദിശയിൽ സ്ട്രിപ്പ് പെട്ടെന്ന് വലിച്ചെടുക്കുക. ഏതെങ്കിലും രോമങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ ഓരോ വാക്സ് സ്ട്രിപ്പും 3 തവണ വരെ പ്രയോഗിക്കാവുന്നതാണ്. ഇതിൽ കൂടുതൽ പ്രയോഗിക്കുന്നത് നല്ലതല്ല, കാരണം ഇത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. പ്രക്രിയകൾ പൂർത്തിയായാൽ തണുത്ത വെള്ളത്തിൽ മുക്കിയ ടവൽ കൊണ്ട് തുടച്ചോ ചെറു ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് കഴുകിയോ അവിടം വൃത്തിയാക്കുക. ഘട്ടം 5. മോയ്സ്ചറൈസർ ഉപയോഗിച്ച് ചർമ്മം ഈർപ്പമുള്ളതാക്കി ആശ്വാസം നൽകുക. ചർമ്മത്തിന് ആശ്വാസം കൊടുക്കാനും ചർമ്മത്തിലുണ്ടാകുന്ന ചുവപ്പും അസ്വസ്ഥതയും കുറയ്ക്കാനും സൂത്തിങ് ലോഷനോ ക്രീമോ ഉപയോഗിച്ച് ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യുക. ഘട്ടം 6. മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. ക്ലിനിക്കൽ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഇൻഡസ്ട്രിയൽ ഗ്ലൗസ് ഉപയോഗിക്കുക. ഉപയോഗിച്ച വാക്സ് സ്ട്രിപ്പുകൾ ബിന്നുകളിൽ നിക്ഷേപിക്കുക. തറയിൽ വാക്സ് വീണിട്ടുണ്ടെങ്കിൽ വൃത്തിയാക്കുക. സ്പാറ്റുലയിൽ വാക്സ് ഉണ്ടെങ്കിൽ അതും വൃത്തിയാക്കുക. കൗണ്ടറും ഉപയോഗിച്ച കിടക്കയും സാനിറ്റൈസ് ചെയ്യുക. കൂടാതെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകാൻ മറക്കരുത്. വാക്സിംഗ് നടപടിക്രമത്തിനിടയിലോ ശേഷമോ സംഭവിക്കാനിടയുള്ള കോൺട്രാ ആക്ഷൻ ഉണ്ട്. അവ തൊലിപ്പുറത്ത് ചുവന്ന നിറം വരിക, രക്തം പൊടിക്കുക, ചതവ്, അലർജി മൂലമുള്ള പ്രശ്നങ്ങൾ എന്നിവയാണ്. ആഫ്റ്റർ കെയർ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കോൾഡ് കംപ്രസിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ്. വാക്സിംഗ് പൂർത്തിയാക്കിയ ശേഷം ക്ലയന്റിന് ചർമ്മ സംരക്ഷണത്തിനുള്ള നുറുങ്ങുകൾ പറഞ്ഞു കൊടുക്കുക. വാക്സിംഗ് കഴിഞ്ഞ് അടുത്ത 48 മണിക്കൂർ നേരത്തേക്ക് ക്ലയന്റ് ഇനി പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. വാക്സ് ചെയ്ത ഭാഗത്ത് ചൂടടിക്കാനോ വിയർക്കാനോ പാടില്ല. അതായത് ചൂടുവെള്ളത്തിലോ നീരാവിയിലോ ഉള്ള കുളി, നീന്തൽ, തീവ്രമായ വ്യായാമം എന്നിവ പാടില്ല. വാക്സ് ചെയ്ത ഭാഗത്ത് ഡിയോഡ്രന്റുകളോ പെർഫ്യൂമോ ടാൽക്കം പൗഡറോ ഉപയോഗിക്കരുത്. ഇവ ചർമ്മത്തിൽ അസ്വസ്ഥതകളുണ്ടാക്കും. വാക്സ് ചെയ്ത ഭാഗം എക്സ്ഫോളിയേറ്റ് ചെയ്യരുത്. ഇതും ചർമ്മത്തിൽ അസ്വസ്ഥതകളുണ്ടാക്കും. വാക്സിംഗ് ചെയ്ത ഭാഗത്ത് ഉരയുന്ന വിധത്തിലോ ഇറുകിയതോ ആയ വസ്ത്രങ്ങൾ ധരിക്കരുത്. രോമം ശരിയായി വളരുന്നതുവരെ 2-4 ആഴ്ചകളിലേക്ക് വാക്സ് ചെയ്ത ഭാഗത്ത് ഷേവിങ്ങോ മറ്റെന്തെങ്കിലും രോമം നീക്കം ചെയ്യുന്ന പ്രവൃത്തികളോ ചെയ്യാൻ പാടില്ല. ഇതോടെ ഈ സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. അവസാനിപ്പിക്കുന്നതിന് മുൻപ് പഠിച്ച പ്രധാന പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. വാക്സിംഗ് ചെയ്യേണ്ട സ്ഥലം ഒരുക്കുക. അതിനുശേഷം
മുടി വളരുന്ന ദിശയിൽ വാക്സ് പുരട്ടുക. അതിനുമേൽ വാക്സ് സ്ട്രിപ്പ് വെച്ച് അമർത്തുക. മുടി വളരുന്നതിന് എതിർ ദിശയിൽ വാക്സ് സ്ട്രിപ്പ് പെട്ടെന്ന് വലിച്ച് നീക്കം ചെയ്യുക. തുടർന്ന് മോയ്സ്ചറൈസറോ ചെയ്ത് ചർമ്മത്തിന് ആശ്വാസം നൽകുക. വേസ്റ്റുകൾ നീക്കം ചെയ്ത് ജോലിസ്ഥലം വൃത്തിയാക്കാൻ മറക്കരുത്. വാക്സിങ്ങിന് ശേഷമുള്ള പരിചരണത്തെക്കുറിച്ച് ക്ലയന്റിന് പറഞ്ഞു കൊടുക്കുക. അഭിനന്ദനങ്ങൾ! കോൾഡ് വാക്സിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം.